യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച 2026 മെയ് 21 തീയതി. ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ വീട്ടിലെ ഒരു ഫോൺ നിശബ്ദമായി കിടക്കുന്നുണ്ടാകാം. ചാർജറിൽ കുത്തിവെച്ചിരിക്കുന്നു, ശബ്ദം മുഴുവൻ കൂട്ടിയിരിക്കുന്നു. എങ്കിലും ഒരു വിളി വരുന്നില്ല. ഒരമ്മ അടുക്കളയിൽ ചായ തിളപ്പിക്കുമ്പോഴും ചെവി ഫോണിൻ്റെ അടുത്താണ്. ഇന്ന് എങ്കിലും മകൻ വിളിക്കുമോ? ഇന്ന് എങ്കിലും മകൾ ഒരു സന്ദേശം അയക്കുമോ എന്ന കാത്തിരിപ്പ്. ചില മക്കൾ വിദേശത്താണ്, ചിലർ മറ്റൊരു നഗരത്തിൽ ജോലിക്കായി അലഞ്ഞുതിരിയുന്നു. ചിലർ വീട്ടിലുണ്ടെങ്കിലും മനസ്സിൽ ദൂരെയായി പോയിരിക്കുന്നു. അമ്മ വിളിച്ചാൽ തിരക്കാണെന്ന് പറയും. അച്ഛൻ സംസാരിക്കാൻ നോക്കുമ്പോൾ ചെറിയ മറുപടി മാത്രം. മുറിയുടെ വാതിൽ അടഞ്ഞുകിടക്കും. ഭക്ഷണമേശയിൽ ഒരു കസേര ഒഴിഞ്ഞിരിക്കും. ആ ഒഴിഞ്ഞ കസേര ചിലപ്പോൾ അമ്മയുടെ നെഞ്ചിൽ കുത്തുന്ന കുരിശുപോലെയാണ്. പ്രിയപ്പെട്ടവരെ, മെയ് മാസം മാതാവിൻ്റെ മൃദുലമായ സ്നേഹത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന പരിശുദ്ധ മാസമാണ്. സ്വർഗാരോഹണത്തിനു ശേഷം പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി സഭ കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബസമാധാന പ്രാർത്ഥനാ യാത്രയിൽ ഇന്ന് വളരെ ഹൃദയത്തോട് ചേർന്ന ഒരു ദിനമാണ്. ഇന്ന് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ നിന്ന് ദൂരെയായ മക്കൾക്കു വേണ്ടിയും, മക്കളെ ഓർത്ത് നിശബ്ദമായി കാത്തിരിക്കുന്ന അമ്മമാരുടെയും അപ്പന്മാരുടെയും ഹൃദയങ്ങൾക്കു വേണ്ടിയുമാണ്. ദൂരം എല്ലായ്പ്പോഴും കിലോമീറ്ററിൽ മാത്രം അളക്കാൻ പറ്റില്ല. ഒരാൾ വീട്ടിൽ നിന്ന് ആയിരങ്ങൾ ദൂരെയായിരിക്കാം, മറ്റൊരാൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ടായിരിക്കാം. പക്ഷേ സംസാരമില്ലെങ്കിൽ, പ്രാർത്ഥനയില്ലെങ്കിൽ, സ്നേഹമുള്ള കണ്ണോട്ടമില്ലെങ്കിൽ ആ ദൂരവും അത്ര തന്നെ വേദനിപ്പിക്കും. ഒരമ്മയ്ക്ക് മകൻ്റെ മുറി വൃത്തിയാക്കുമ്പോൾ പഴയ ഒരു പേന കിട്ടും. മകളുടെ അലമാരയിൽ പഴയൊരു പ്രാർത്ഥനാ പുസ്തകം കാണും. അപ്പോൾ മനസ്സ് ചോദിക്കും, ഈ കുഞ്ഞ് ഇപ്പോൾ എവിടെയാണ്? ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണോ? ചില വീടുകളിൽ മകൻ വിദേശത്തേക്ക് പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പണം അയക്കുന്നുണ്ട്, പക്ഷെ ശബ്ദം കുറയുന്നു. ചില വീടുകളിൽ മകൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ കഴിയുന്നു. അവൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും അമ്മയ്ക്ക് തോന്നുന്നു എന്തോ പറയാതെ വയ്ക്കുന്നു. ചില യുവാക്കൾ ജോലി കാത്തു താമസ സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുന്നു. രാത്രി ഭക്ഷണം തണുത്തുപോകുന്നു. ഫോണിൽ അമ്മയുടെ വിളി വന്നാലും അവർ എടുക്കാൻ മടിക്കുന്നു. കാരണം പറയാൻ നല്ല വാർത്ത ഒന്നുമില്ല. ചിലർ വിസ മറുപടി കാത്തിരിക്കുന്നു. ചിലർ പരീക്ഷാഫലം കാത്തിരിക്കുന്നു. ചിലർ കടവും വാടകയും മനസ്സിൽ വച്ച് മിണ്ടാതെ ജീവിക്കുന്നു. ദൂരെയിരിക്കുന്ന മക്കളുടെ മൗനവും വീട്ടിൽ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരും ഇന്ന് നാം യേശുവിൻ്റെ മുമ്പിൽ വെക്കുന്നു. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 121 അധ്യായം 8 വാക്യത്തിലൂടെയാണ്. കർത്താവ് നിന്റെ പുറപ്പാടും വരവും ഇന്നു മുതൽ എന്നും കാക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം യാത്ര ചെയ്യുന്ന മക്കൾക്കുള്ള കാവലിൻ്റെ വചനമാണ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ട മകൻ്റെ ചുവടുകളും മറ്റൊരു വീട്ടിലേക്ക് പോയ മകളുടെ വഴികളും, വിദേശത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാവിൻ്റെ രാത്രികളും, ആശുപത്രിയിലേക്കുള്ള യാത്രകളും പരീക്ഷയ്ക്കുള്ള യാത്രകളും ജോലിസ്ഥലത്തേക്കുള്ള യാത്രകളും എല്ലാം കർത്താവിൻ്റെ ദൃഷ്ടിയിലുണ്ട്. നീ നിന്റെ മകനെ കാണുന്നില്ലായിരിക്കാം, പക്ഷേ കർത്താവ് കാണുന്നു. നീ മകളുടെ ഉള്ളിലെ ഭയം അറിയുന്നില്ലായിരിക്കാം, പക്ഷേ കർത്താവ് അറിയുന്നു. നീ ഫോണിൽ കേൾക്കുന്നത് 2 മിനിറ്റ് ശബ്ദം മാത്രമായിരിക്കാം, പക്ഷേ ദൈവം അവളുടെ മുഴുവൻ ഹൃദയശബ്ദം കേൾക്കുന്നു. പരിശുദ്ധ അമ്മ മറിയം ദൂരത്തിൻ്റെ വേദന അറിയുന്ന അമ്മയാണ്. ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതെ 3 ദിവസം അന്വേഷിച്ച അമ്മ. ആ അമ്മയുടെ നെഞ്ചിലുണ്ടായ ഭയം എത്ര ആഴമായിരുന്നിരിക്കും. എൻ്റെ മകൻ എവിടെ എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ എത്ര തവണ മുഴങ്ങിയത് ആരറിയാം. അതുകൊണ്ട് ഇന്ന് മക്കളെക്കുറിച്ച് ഭയപ്പെടുന്ന അമ്മമാരുടെ വേദന മാതാവ് ചെറുതായി കാണില്ല. അവൾ നിന്റെ കണ്ണുനീർ കയ്യിലെടുത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോകും.
സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർക്കും ഒരു ദൂരം അനുഭവപ്പെട്ടു. യേശു കണ്ണിൽ കാണുന്നില്ല, പക്ഷേ യേശു വിട്ടുപോയിട്ടില്ല. അവൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. അതുപോലെ ഇന്ന് നിന്റെ മകൻ നിന്റെ കണ്ണിൽ നിന്ന് ദൂരെയായാലും, നിന്റെ മകൾ നിന്റെ വീട്ടിൽ നിന്ന് മാറിയാലും, യേശുവിൻ്റെ സാന്നിധ്യം അവരെ വിട്ടുപോകുന്നില്ല. നമ്മുടെ പ്രാർത്ഥന അവരെ നിയന്ത്രിക്കാനല്ല, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനാണ്. ഒരു അമ്മയുടെ കാത്തിരിപ്പ് ചിലപ്പോൾ വീടിൻ്റെ ജനലരികിൽ വെച്ചിരിക്കുന്ന ചെറിയ വിളക്ക് പോലെയാണ്. രാത്രി നീളും, റോഡ് ശൂന്യമാകും, വാതിൽ തുറക്കുന്ന ശബ്ദം വരില്ല, എങ്കിലും വിളക്ക് കത്തുന്നു. ഒരിക്കൽ വന്നാൽ ഇരുട്ടിൽ വീഴരുതെന്ന സ്നേഹം കൊണ്ടാണ് ആ വിളക്ക് കത്തുന്നത്. അമ്മയുടെ പ്രാർത്ഥനയും അതുപോലെയാണ്. മകൻ മാറിയോ എന്നറിയില്ല, മകൾ വിളിക്കുമോ എന്നറിയില്ല, മറുപടി വരുമോ എന്നറിയില്ല. എങ്കിലും ജപമാലയുടെ ഒരു മണി പിടിച്ച് അമ്മ പറയുന്നു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ കാക്കണമേ. ഞാൻ ഓർക്കുന്ന ഒരു അമ്മയുടെ ചെറിയ സാക്ഷ്യമുണ്ട്. മകൻ വിദേശത്ത് ജോലി ചെയ്തു. ആദ്യം ദിവസവും വിളിച്ചു, പിന്നെ ആഴ്ചയിലൊരിക്കൽ, പിന്നെ ചിലപ്പോൾ മാസത്തിലൊരിക്കൽ. അമ്മയുടെ ഫോൺ പഴയതായിരുന്നു, സ്ക്രീനിൻ്റെ ഒരു കോണിൽ ചെറിയ പൊട്ടൽ. എങ്കിലും അവൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുപോലെ സൂക്ഷിക്കും. മകൻ്റെ പേര് തെളിഞ്ഞാൽ അവളുടെ മുഖം മുഴുവൻ പ്രകാശിക്കും. ഒരു ദിവസം അവൾ അടുക്കളയിൽ മീൻകറി ഇളക്കിക്കൊണ്ടിരുന്നു. പാത്രത്തിൻ്റെ മൂടി തുറക്കുമ്പോൾ ആവി മുഖത്ത് തട്ടി. അപ്പോഴാണ് ഫോൺ മുഴങ്ങിയത്. അവൾ കൈ തുടയ്ക്കാൻ പോലും മറന്നു ഓടി. പക്ഷെ വിളി വിച്ഛേദമായി. തിരിച്ചു വിളിച്ചപ്പോൾ എടുത്തില്ല. ആ ചെറിയ നഷ്ടപ്പെട്ട വിളിക്ക് പോലും അവൾ മുഴുവൻ ദിവസം കരഞ്ഞു. മേശപ്പുറത്ത് അവൻ്റെ പഴയ സ്കൂൾ ഫോട്ടോ, അലമാരയിൽ അവൻ്റെ പാസ്പോർട്ടിൻ്റെ പകർപ്പ് സൂക്ഷിച്ച ഫയലിൻ്റെ കോണുകൾ ചീന്തിപ്പോയിരുന്നു. അതിൻ്റെ അരികിൽ അവൾ പഴയ ജപമാല വെച്ചു. ആ രാത്രി അവൾ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പറഞ്ഞു, അമ്മേ, എനിക്ക് അവനോട് എല്ലാം ചോദിക്കാൻ കഴിയുന്നില്ല. അവൻ സുഖമാണോ എന്ന് മാത്രം നീ യേശുവിനോട് ചോദിക്കണമേ. ഉടനെ വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. മകൻ അടുത്ത ദിവസം തന്നെ നാട്ടിലെത്തിയില്ല. പക്ഷെ ഒരു മാറ്റം തുടങ്ങി. ഒരു ഞായറാഴ്ച രാത്രി മകൻ വിളിച്ചു. ശബ്ദം ക്ഷീണിച്ചിരുന്നു. അവൻ പറഞ്ഞു, അമ്മേ, ഞാൻ ശരിയാണെന്ന് പറഞ്ഞാലും ചില ദിവസങ്ങളിൽ മനസ്സ് വളരെ ഒറ്റപ്പെടുന്നു. ആ അമ്മ ഒന്നും ഉപദേശിച്ചില്ല. അവൾ പറഞ്ഞു, മോനെ, നീ ഒറ്റയല്ല. ഞാൻ നിന്നെ യേശുവിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം മകൻ എല്ലാ ദിവസവും വിളിച്ചില്ല. പക്ഷേ വിളിക്കുമ്പോൾ സത്യമായി സംസാരിക്കാൻ തുടങ്ങി. ഒരിക്കൽ തൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ വീഡിയോ വിളിച്ചു. പ്ലാസ്റ്റിക് പാത്രത്തിൽ സാധാരണ ചോറ്, പിന്നിൽ ചെറിയ മുറിയുടെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന വസ്ത്രം. അമ്മ അത് കണ്ടു കരഞ്ഞു. അവൻ ചിരിച്ചു പറഞ്ഞു, അമ്മ കരണ്ട. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രാർത്ഥന പറഞ്ഞു. ആ അമ്മ പറഞ്ഞു, അച്ഛാ, എനിക്കതാണ് വലിയ സമ്മാനം. അവൻ ദൈവത്തെ മറന്നിട്ടില്ലെന്ന് അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് കൃപ. മക്കൾ എല്ലായ്പ്പോഴും നമ്മുടെ കൈക്കുള്ളിലുണ്ടാകില്ല, പക്ഷേ അവർ ദൈവത്തിൻ്റെ കൈക്കുള്ളിലിരിക്കാം. നമ്മൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷേ പ്രാർത്ഥനയിൽ എല്ലാം ദൈവത്തിന് ഏൽപ്പിക്കാം. അമ്മയുടെ ഭയം സ്നേഹത്തിൻ്റെ അടയാളമാണ്. പക്ഷേ ആ ഭയം പ്രാർത്ഥനയായി മാറുമ്പോൾ അത് വീട്ടിൻ്റെ കാവലായി മാറുന്നു. ഇന്ന് നിന്റെ മകൻ ദൂരെയാണെങ്കിൽ അവനെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കൂ. നിന്റെ മകൾ മനസ്സിൽ ദൂരെയായിരിക്കുകയാണെങ്കിൽ അവളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ പരിശുദ്ധാത്മാവ് മൃദുവായി മുട്ടട്ടെ. നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും സംസാരിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ അവരെ വിധിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ മുമ്പിൽ അവരുടെ പേര് പറയൂ. നമുക്ക് എല്ലാം അറിയില്ല, പക്ഷെ കർത്താവ് അറിയുന്നു. ഇപ്പോൾ ഒരു ചെറിയ വിശ്വാസകർമ്മം ചെയ്യാം. കഴിയുമെങ്കിൽ നിന്റെ ഫോൺ കയ്യിൽ പിടിക്കൂ. മക്കളുടെയും കുടുംബത്തിൻ്റെയും പേരുകളുള്ള ആ ഫോൺ ഇന്ന് ഒരു പ്രാർത്ഥനയായി മാറട്ടെ.
അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ പാസ്പോർട്ട് പകർപ്പ്, ജപമാല, വീട്ടിൻ്റെ താക്കോൽ, എന്തെങ്കിലും കയ്യിൽ പിടിക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്റെ കൈ നെഞ്ചിൽ വെക്കൂ. ദൂരെയായ ഒരാളുടെ പേര് മനസ്സിൽ വിളിക്കൂ. അവനെ അവളെ യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കൂ. കർത്താവായ ഈശോയെ, ഈ വ്യാഴാഴ്ചയുടെ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ കരുണയുടെ മുമ്പിൽ വരുന്നു. സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത കർത്താവേ, ദൂരെയായ മക്കളെയും കാത്തിരിക്കുന്ന മാതാപിതാക്കളെയും മൗനത്തിൽ വേദനിക്കുന്ന കുടുംബങ്ങളെയും നിന്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈശോയെ, വീട്ടിൽ നിന്ന് അകലെയായിരിക്കുന്ന മക്കളെ കാക്കണമേ. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ കാക്കണമേ. ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാക്കളെ കാക്കണമേ. പഠനത്തിനായി ദൂരെയിരിക്കുന്ന മക്കളെ കാക്കണമേ. വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ കഴിയുന്ന മകളെ കാക്കണമേ. ശരിയായ വഴി അറിയാതെ ആശയക്കുഴപ്പത്തിൽ നടക്കുന്ന മകനെയും മകളെയും കാക്കണമേ. കർത്താവെ, അവരുടെ പുറപ്പാടും വരവും നീ കാക്കണമേ. അവർ പോകുന്ന വഴികളിൽ നിന്റെ ദൂതന്മാർ കൂടെയുണ്ടാകട്ടെ. അവരുടെ മുറികളിൽ നിന്റെ സമാധാനം നിറയട്ടെ. തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ. നിരാശയുടെ രാത്രികളിൽ അവർക്ക് പ്രത്യാശ തരണമേ. പാപത്തിൻ്റെ ഇരുട്ട് അവരെ പിടിക്കാതിരിക്കട്ടെ. ബാല്യത്തിൽ പഠിച്ച ചെറിയ പ്രാർത്ഥനകൾ അവരുടെ ഉള്ളിൽ വീണ്ടും ഉണരട്ടെ. ഈശോയെ, മക്കളെ ഓർത്തു ഉറങ്ങാതെ കിടക്കുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. ഫോൺ കയ്യിൽ പിടിച്ച് വിളിക്കുമോ എന്ന് കാത്തിരിക്കുന്ന അമ്മയുടെ കണ്ണുകൾ നീ തുടയ്ക്കണമേ. മകൻ്റെ മൗനവും കണ്ടു തകരുന്ന അച്ഛൻ്റെ ഹൃദയം നീ ശക്തിപ്പെടുത്തണമേ. മകളുടെ ശബ്ദത്തിൽ വേദന കേട്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ കരയുന്ന മാതാപിതാക്കളെ നീ ചേർത്തു പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, മറിയമേ, യേശുവിനെ അന്വേഷിച്ച അമ്മേ, ഞങ്ങളുടെ മക്കളെയും നീ അന്വേഷിക്കണമേ. അവർ ഏത് രാജ്യത്തായാലും, ഏത് മുറിയിലായാലും, ഏത് ചിന്തയിലായാലും നിന്റെ മാതൃസ്നേഹം അവരെ കണ്ടെത്തട്ടെ. അവർ പ്രാർത്ഥനയിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അവരെ മൃദുവായി തിരിച്ചു വിളിക്കണമേ. അവർ ഭയത്തിലാണെങ്കിൽ അവർക്ക് ധൈര്യം തരണമേ. അവർ തെറ്റായ വഴിയിലാണെങ്കിൽ യേശുവിൻ്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. മാതാവേ, ഈ വീടുകളിലഴിഞ്ഞ കസേരകളെ അനുഗ്രഹിക്കണമേ. മേശപ്പുറത്ത് കാത്തിരിക്കുന്ന തളികകളെ അനുഗ്രഹിക്കണമേ. വിദേശത്തേക്ക് അയച്ച രേഖകളെയും ജോലിക്കായി കാത്തിരിക്കുന്ന ഫയലുകളെയും പരീക്ഷാഫലത്തിനായി തുറന്നുവെച്ച പുസ്തകങ്ങളെയും മരുന്നിൻ്റെ കവറുകളെയും എല്ലാം ഞങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. ഓരോ ഭാരത്തിലും കൃപ ഇറങ്ങട്ടെ. കർത്താവെ, മക്കൾ ദൂരെ ആയതുകൊണ്ട് കുടുംബത്തിൽ സമാധാനം കുറയാതിരിക്കട്ടെ. കാത്തിരിപ്പ് കുറ്റപ്പെടുത്തലായി മാറാതിരിക്കട്ടെ. അവൻ വിളിക്കുന്നില്ല എന്ന വേദന ശാപവാക്കായി മാറാതിരിക്കട്ടെ. അവൾ മാറിപ്പോയി എന്ന ഭയം നിരാശയായി മാറാതിരിക്കട്ടെ. ഞങ്ങൾക്ക് ക്ഷമ തരണമേ. സ്നേഹത്തോടെ കാത്തിരിക്കാൻ കൃപ തരണമേ. മക്കളെ പിടിച്ചുകെട്ടാതെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ വിശ്വാസം തരണമേ. ഈശോയെ, ഇന്ന് മക്കളോട് സംസാരിക്കാൻ ഭയപ്പെടുന്ന മാതാപിതാക്കൾക്ക് മൃദുവായ വാക്കുകൾ തരണമേ. മാതാപിതാക്കളെ വിളിക്കാൻ മടിക്കുന്ന മക്കൾക്ക് വിനയം തരണമേ. എനിക്ക് സുഖമല്ല എന്ന് പറയാൻ ധൈര്യം തരണമേ. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് സമ്മതിക്കാൻ കൃപ തരണമേ. കുടുംബത്തിൽ വീണ്ടും സത്യമായ സംഭാഷണം വരട്ടെ. കർത്താവെ, സങ്കീർത്തനത്തിലെ വചനം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. നീ ഞങ്ങളുടെ പുറപ്പാടും വരവും കാക്കുന്നവനാണ്. ഞങ്ങളുടെ മക്കളുടെ യാത്രകൾ നീ കാക്കണമേ. അവരുടെ ജോലിസ്ഥലങ്ങൾ നീ കാക്കണമേ. അവരുടെ ഉറക്കം നീ കാക്കണമേ. അവരുടെ മനസ്സ് നീ കാക്കണമേ. അവരുടെ ശരീരം നീ കാക്കണമേ. അവരുടെ വിശ്വാസം നീ കാക്കണമേ. അവർ വീട്ടിലേക്ക് മടങ്ങുന്ന ദിവസവും നീ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ദൂരെയായ ഒരാളുടെ പേര് യേശുവിൻ്റെ മുമ്പിൽ പറയൂ. മകൻ, മകൾ, ഭർത്താവ്, ഭാര്യ, സഹോദരൻ, സഹോദരി, അച്ഛൻ, അമ്മ, ആരായാലും ആ പേരിനെ കർത്താവിൻ്റെ കരങ്ങളിൽ വെക്കൂ. ഈശോയെ, അവൻ്റെ പുറപ്പാടും വരവും കാക്കണമേ. ഈശോയെ, അവളുടെ ഹൃദയം നിന്റെ സ്നേഹത്തിൽ സൂക്ഷിക്കണമേ എന്ന് ശാന്തമായി പറയൂ. ഇന്ന് കമൻറ്റിൻ്റെ പേരോ ദൂരെയായിരിക്കുന്ന മകൻ്റെയോ മകളുടെയോ പേരോ എഴുതാം. എൻ്റെ മക്കളെ കാക്കണമേ എന്ന് എഴുതാം.
വിദേശത്തുള്ള മകനായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. എൻ്റെ മകളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. ജോലിക്കും വിസയ്ക്കും കുടുംബസമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. ആമേൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഇന്നത്തെ കമന്റ് സ്ഥലം ദൂരെയായ മക്കളെയും കാത്തിരിക്കുന്ന മാതാപിതാക്കളെയും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനാമുറിയായി മാറട്ടെ. ഇന്നൊരു ചെറിയ ആത്മീയ ചുവട് വെക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിന്റെ ഫോൺ കയ്യിൽ പിടിക്കൂ. വിളി വന്നോ ഇല്ലയോ എന്നതിനേക്കാൾ മുമ്പ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് 3 പ്രാവശ്യം പറയൂ. കർത്താവെ, അവൻ്റെ പുറപ്പാടും വരവും കാക്കണമേ. അല്ലെങ്കിൽ കർത്താവെ, അവളുടെ പുറപ്പാടും വരവും കാക്കണമേ. പിന്നെ ജപമാലയിലെ ഒരു മണി സ്പർശിച്ച് മാതാവിനോട് പറയൂ, അമ്മേ, എൻ്റെ കുഞ്ഞിനെ യേശുവിലേക്ക് നയിക്കണമേ. അത്രമാത്രം. ആ ചെറിയ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കപ്പെടും. ഈ പ്രാർത്ഥന നിന്റെ ഫോണിൽ മാത്രം അടച്ചു വയ്ക്കരുത്. ഇന്ന് നിന്റെ ഫോൺ ദൈവവചനത്തിൻ്റെ ചെറിയ പ്രസംഗപീഠമാകട്ടെ. വാട്സാപ്പിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ വിദേശമുറിയിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു മകൻ്റെ ഹൃദയത്തിൽ ഇത് വീട്ടിൻ്റെ ചൂടായി എത്താം. മകളെ ഓർത്ത് കരയുന്ന ഒരു അമ്മയ്ക്ക് ഇത് മാതാവിൻ്റെ കൈത്താങ്ങായി മാറാം. വിളിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു യുവാവിൻ്റെ മനസ്സിൽ ഇത് വീട്ടിലേക്ക് വിളിക്കണം എന്ന മൃദുവായ വിളിയായി മാറാം. പ്രിയപ്പെട്ടവരെ, ദൂരം ദൈവത്തിന് ദൂരമല്ല. അടഞ്ഞ ഫോൺ പോലും ദൈവത്തിൻ്റെ കൃപയെ തടയാൻ കഴിയില്ല. രാജ്യങ്ങൾ മാറിയാലും ഭാഷകൾ മാറിയാലും ജോലി മാറിയാലും മുറികൾ മാറിയാലും കർത്താവിൻ്റെ കാവൽ മാറുകയില്ല. നിന്റെ പ്രാർത്ഥന സ്നേഹത്തോടെ യേശുവിൻ്റെ കരങ്ങളിൽ വെച്ചാൽ അത് നിന്റെ മക്കളുടെ വഴികളിൽ കാണാത്ത കാവലായി നിൽക്കും. നിന്റെ ദൂരെയായ മക്കളുടെ വഴികളിൽ കർത്താവിൻ്റെ ദൂതന്മാർ നടക്കട്ടെ. നിന്റെ കാത്തിരിക്കുന്ന ഹൃദയത്തിൽ മാതാവിൻ്റെ ആശ്വാസം നിറയട്ടെ. നിന്റെ വീട്ടിലഴിഞ്ഞ കസേരയിൽ പ്രത്യാശയുടെ വെളിച്ചം വീഴട്ടെ. നിന്റെ കുടുംബത്തിൻ്റെ പുറപ്പാടും വരവും കർത്താവ് കാത്തുസൂക്ഷിക്കട്ടെ. ദൂരെയായ നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ യേശുവിൻ്റെ കാവൽ ഇന്ന് തന്നെ വിരിയട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 വീണ്ടും കാണാം തീർച്ചയായും.